ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വാട്സപ്പിലൂടെ നടക്കുന്ന ചീറ്റിങ്ങിനെ പറ്റി ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞിട്ട് അധിക സമയം ഒന്നും എടുത്തില്ല. അതിനു മുൻപേ നമ്മുടെ ഇന്ത്യക്കാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന യൂട്യൂബറായ CarryMinatiയുടെ യൂട്യൂബ് ചാനലിനെ ഹാക്ക് ചെയ്തു. അപ്പോൾ CarryMinatiയെ നമ്മൾ മലയാളികൾക്ക് കുറേയധികം ആൾക്കാർക്കെങ്കിലും അറിയാനായിട്ട് പറ്റും. അതായത് ടിക്ടോക്ക് റോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വിവാദം സൃഷ്ടിച്ച ഒരാളാണ് CarryMinatiയുടെ ഒരു ടിക്ടോക്ക് റോസ്റ്റിംഗ് വീഡിയോ ഏകദേശം 1 കോടി ആൾക്കാർ കണ്ട ഒരു വീഡിയോ യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഒത്തിരി റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് വന്ന സ്ഥിതിക്ക് യൂട്യൂബ് അതിനെ ഡിലീറ്റ് ചെയ്തിരുന്നു. ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് അർജുൻ്റെ റോസ്റ്റിങ്ങൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ CarryMinati എന്ന് പറയുന്നത് ആ ഒരു ചാനലിൻ്റെ പേരാണ്. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് ആ ഒരു പേരിലാണെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ആ ഒരു ചാനലിൻ്റെ ഓണറിൻ്റെ പേര് അജയ് എന്നാണ്. അപ്പോൾ ഈ അജയുടെ ചാനലാണ് CarryMinati. ആ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 2.5 കോടിയോളം അടുത്തുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള വേറൊരു ചാനലായിരുന്നു ക്യാരി ഈസ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ചാനൽ. അപ്പം ഇപ്പം നമുക്കറിയാം, മലയാളികൾക്ക് ഒത്തിരി ഗെയിമിംഗ് ചാനലുണ്ട്. ഇവർ ഗെയിമിംഗ് ചാനലിലൂടെ ലൈവ് സ്ട്രീം പോകുന്നുണ്ട്, ലൈവ് സ്ട്രീമായിട്ട്. അപ്പോൾ ഗെയിമിങ്ങിനോടൊക്കെ പ്രാന്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം ഈ ക്യാരി ഈസ് ലൈവ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് 67 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഈ 67 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് ഇന്നലെ ഹാക്ക് ചെയ്തത്. അപ്പം ഇത് ഹാക്ക് ചെയ്ത കാര്യം ഈ ആൾ അറിഞ്ഞില്ല. അപ്പം സാധാരണ രീതിയിൽ പുള്ളി വീഡിയോ ഇടാത്ത സമയത്ത്, അല്ലെങ്കിൽ ഗെയിമിംഗ് എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് ആണ്. അപ്പോൾ ലൈവ് പോകാത്ത സമയത്ത് ആ ഒരു ചാനലിനകത്തൊരു ലൈവ് വന്നു. അങ്ങനെ ആരോ പറഞ്ഞിട്ടാണ് പുള്ളി അറിഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കിന് ഈ ഹാക്ക് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്തു, ആ ഒരു ചാനലിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അതിനകത്തൂടെ ഒരു ലൈവ് പോയി. അതായത് ഒരു ഗെയിമിംഗ് വീഡിയോയുടെ ലൈവ് പോയി. ആ ലൈവ് പോയതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവരൊരു ലിങ്ക് ചേർത്തു. അതായത് ആസാം, ബീഹാർ പോലെയുള്ള സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട്, ആ ഒരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ലിങ്ക് കൊടുത്തു, ബിറ്റ്കോയിൻ വഴിയിട്ട് ഫണ്ട് ശേഖരിക്കാനായിട്ട്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏകദേശം ആ ഒരു ലൈവ് കണ്ടുകൊണ്ടിരുന്നത് 2.5 ലക്ഷത്തോളം ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 2.5 ലക്ഷം രൂപ ഓൺ ദ സ്പോട്ടിൽ അവിടെ കിട്ടും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഈ 2.5 ലക്ഷത്തോളം ആൾക്കാരെ കളിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തുകൊണ്ട് പോയേനെ. പക്ഷേ ഈ പറയുന്ന അജയ് ഏതോ രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞു. അന്നേരം തന്നെ പുള്ളിക്കാരൻ ട്വിറ്ററിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്തു. അതായത് ചാനൽ ഹാക്ക് ചെയ്തു, ആരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിലേക്ക് സജഷൻ കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇൻഫോം ചെയ്തു. അതുകൊണ്ട് അധികം നഷ്ടങ്ങളൊന്നും ആ ഒരു ചാനലിൽ നിന്ന് ഉണ്ടായില്ല. അപ്പോൾ ഈ രീതിയിലാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത്. അതായത് ഫേമസ് ആയിട്ടുള്ള ചാനലിനുള്ളിൽ കയറിയിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ലൈവ് സ്ട്രീമാണ് അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ലൈവായിട്ട് പോകുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ ചാരിറ്റി എന്നുള്ള പേരിലൊക്കെ എന്തെങ്കിലും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യും, അക്കൗണ്ട് നമ്പറൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ബിറ്റ്കോയിനാണ് അവരിവിടെ അവതരിപ്പിച്ചത്. എന്തിനാണ് ഇന്ത്യയിൽ ബിറ്റ്കോയിൻ കൊണ്ട് അവതരിപ്പിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കൂടുതലായിട്ടും ബിറ്റ്കോയിൻ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ആ ഒരു രീതിയിലാണ് അവർ ഹാക്കിങ്ങിന് വേണ്ടിയിട്ടും ഈ തട്ടിപ്പിന് വേണ്ടിയിട്ടും ശ്രമിച്ചത്. അപ്പം CarryMinati പോലെയുള്ളവരുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കും. കാര്യം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ചാനലാണ്. അങ്ങനെയുള്ള ഒരു ചാനൽ പോലും ഹാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം ഇത് ഹാക്കേഴ്സിന് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അവർ എത്ര സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ സെക്യൂരിറ്റി ഇട്ട് കഴിഞ്ഞാൽ അവർ കയറുമെന്നുള്ള ഒരു എക്സാമ്പിളും കൂടെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയത്. പക്ഷേ CarryMinatiയുടെ ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് യൂട്യൂബിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ഫേമസ് ആണ്, വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചാനൽ തിരിച്ചു കിട്ടി. യൂട്യൂബ് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് ചാനൽ തിരിച്ചു കിട്ടി. ഇതൊന്നും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് യൂട്യൂബിലൊക്കെ വളരെ അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിലാണ് അവർക്ക് പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് കുറവുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ നിന്ന് വേറൊരു കാര്യവും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മെഷീനിൽ നിന്ന് മാത്രം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. വേറെ ഒരിടത്തു നിന്നും ലോഗിൻ ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. ലോഗിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്യുക. അതുപോലെ 2-way ഓതൻറ്റിക്കേഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിടുക. ഇതെല്ലാം ചെയ്തിട്ട് കഴിഞ്ഞിട്ടും ഹാക്ക് ചെയ്യുന്ന അവസ്ഥയാണോ ഉള്ളത്. അപ്പോൾ CarryMinatiയുടെ ആ ഒരു ചാനൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. ഇതൊരു എക്സാമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനൽ മാത്രമല്ല,
ടോട്ടൽ 3 ചാനലാണ് ഇന്നലെ ഹാക്ക് ചെയ്തത്. പക്ഷേ അതിനകത്ത് അറിയപ്പെടുന്ന ആളെന്ന് പറയുന്നത് CarryMinati മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അത് ലോഗോ അറിഞ്ഞതും ഈ ഒരു ന്യൂസ് ഹാക്കിംഗ് ഒക്കെ ഇങ്ങനെ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഹാക്കിങ്ങിനെ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അനാവശ്യമായിട്ട് വരുന്ന ഇമെയിലുകൾക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇമെയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓഫേഴ്സ് ആയിരിക്കും തരുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ള പേരിലൊക്കെ ആയിരിക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷനെ നമ്മളുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ഓഫർ ചെയ്യും. അപ്പോൾ ആ പൈസ കണ്ടിട്ടൊന്നും നമ്മൾ ചാടിക്കയറി അതൊന്നും ചെയ്യാതിരിക്കുക. ജെനുവിനാണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എങ്കിൽ നമ്മളുടെ അക്കൗണ്ടിന് വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാതെ പോകുവാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.